ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിന്ദി സംസാരിക്കുമ്പോൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു സംശയമാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നാറില്ല ഒരു സംശയം. നമുക്ക് ഇന്നത് ക്ലിയർ ചെയ്യാം. ഞാൻ റീജയാണ്, എങ്ങനെ പറയാം? മേ റീജാഹും. ഞാൻ റീജയാണ്. ഹിന്ദിയിൽ എങ്ങനെ പറയാം? മേ റീജാഹും. അവൾ റാണിയാണ്. വഹ് റാണി ഹേ. അവൾ റാണിയാണ്. വഹ് റാണി ഹേ. വഹ് റാണി ഹേ. അവൻ രാജ് ആണ്. വഹ് രാജ് ഹേ. അവൻ രാജ് ആണ്. എങ്ങനെ പറയാം? വഹ് രാജ് ഹേ. വഹ് രാജ് ഹേ. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഹം ഛാത്ര ഹൈം. ഹം ഛാത്ര ഹൈം. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഹം ഛാത്ര ഹൈം. നമ്മൾ കൂട്ടുകാരാണ്. ഹം ദോസ്ത് ഹൈം. ഹം ദോസ്ത് ഹൈം. നമ്മൾ കൂട്ടുകാരാണ്. ഇവിടെ നമുക്ക് നോക്കാം എന്താ സംശയം വരുന്നത് എന്ന്. നമുക്ക് മേ വരുമ്പോൾ ലാസ്റ്റിൽ എപ്പോഴും ഹൂം ആണ് വരല്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ. മേ വരുമ്പം ലാസ്റ്റിൽ എപ്പോഴും ഹൂം വരും. അതിന്റെ അർത്ഥം ഞാൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞോളൂ, ഞാൻ റീജയാണ്. മേ റീജാഹും. വഹ് വരുമ്പോൾ ലാസ്റ്റിൽ ഹേ വരും. അവൻ അവൾ. വഹ് വരുമ്പോൾ ലാസ്റ്റിൽ ഹേ വരും. വഹ് രാജ് ഹേ. വഹ് റാണി ഹേ. അല്ലെ? അതുപോലെ ഹം വരുമ്പം ലാസ്റ്റിൽ ഹൈം വരും. ഞങ്ങൾ, നമ്മൾ എന്നുള്ള അർത്ഥം മലയാളത്തില്. ഹം വരുമ്പം ലാസ്റ്റില് ഹൈം വരും. ഹം ദോസ്ത് ഹൈം. ഹം ഛാത്ര ഹൈം. നിങ്ങൾ റീജയാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ക്യാ ആപ്പ് റീജ ഹൈം? നിങ്ങൾ റീജയാണോ? ക്യാ ആപ്പ് റീജ ഹൈം? അതെ, ഞാൻ റീജയാണ്. ഹാ മേ റീജാഹും. ഹാ മേ റീജാഹും. അതെ, ഞാൻ റീജയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആയി ചോദിക്കുമ്പോ അവിടെ ആദ്യം എന്താ വന്നു? ക്യാ അവൻ രാജ് ആണോ? ക്യാ വഹ് രാജ് ഹേ? അവൻ രാജ് ആണോ? ക്യാ വഹ് രാജ് ഹേ? അതെ, അവൻ രാജ് ആണ്. ഹാ വഹ് രാജ് ഹേ. അതെ, അവൻ രാജാണ്. ഹാ വഹ് രാജ് ഹേ. ഉത്തരം വരുമ്പോ നമ്മൾ ഹാ ഉപയോഗിച്ചു. അതേ എന്നുള്ള അർത്ഥം അല്ലേ? അവൾ റാണിയാണോ? ക്യാ വഹ് റാണി ഹേ? ക്യാ വഹ് റാണി ഹേ? അതെ, അവൾ റാണിയാണ്. ഹാ വഹ് റാണി ഹേ. ഹാ വഹ് റാണി ഹേ. അവർ വിദ്യാർത്ഥികളാണോ? ക്യാ വേ ഛാത്ര ഹൈം? അവർ വിദ്യാർത്ഥികളാണോ? ക്യാ വേ ഛാത്ര ഹൈം? അതെ, അവർ വിദ്യാർത്ഥികളാണ്. ഹാ വേ ഛാത്ര ഹൈം. ഹാ വേ ഛാത്ര ഹൈം. ചോദ്യം ചോദിക്കാൻ വാക്യത്തിന്റെ ആദ്യം നമ്മൾ എന്താ ചേർത്തെ? ക്യാ ചേർക്കുക. നമ്മൾ ചോദിച്ചത് ക്യാ ആപ് റീജ ഹൈം അല്ലെ? ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ക്യാ എന്ന് ചേർത്തു. അതുപോലെ ഉത്തരം പറയാൻ വാക്യത്തിന്റെ ആദ്യം നമ്മൾ ഹാ അതേ എന്നുള്ളത് ഉത്തരം പറയാൻ ചേർത്തു. ബാക്കി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോ ചോദ്യം ചോദിക്കാൻ വാക്യത്തിന്റെ ആദ്യം ക്യാന്നും ഉത്തരം പറയാൻ വാക്യത്തിന്റെ ആദ്യം ഹാ അതേന്നുള്ള അർത്ഥം കിട്ടും. ഓർമ്മയുണ്ടോ ചോദിച്ചത്? ക്യാ ആപ് റീജ ഹൈ? താങ്കൾ റീജയാണോ? അപ്പൊ ഹാ മേ റീജാഹും. ഹാ മേ റീജാഹും. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.